ശ്രുതി, ഇന്ന് വെള്ളാപ്പള്ളി ക്ഷുഭിതനായിട്ടാണ്, റിപ്പോർട്ടറുടെ മൈക്കാണ് തട്ടിപ്പറിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് വളരെ ആരോഗ്യകരമായ വിമർശനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോൾ മൈക്ക് തട്ടിമാറ്റുക എന്നൊക്കെ പറയുന്നത്, ഇതൊരു പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ ഈ രീതിയിൽ തട്ടിമാറ്റി പ്രതിഷേധിക്കുന്നതൊക്കെ കാണുന്നത്. ശാരീരികമായി വീഴ്ത്തിയത് വെള്ളാപ്പള്ളിയും ആണ് എന്നതാണ് എൻ്റെ ഉത്തരം. അതിലാണ് ഞാൻ യെസ് പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുന്നത് എന്നുള്ളതാണ്. കാരണം തോൽവിക്ക് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ CPയുടെ വിലയിരുത്തലാണല്ലോ നമ്മൾ ആദ്യമായി പറയുന്നത്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരമാണ്. രണ്ടാമത്തത് സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമായിട്ടുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ, ആ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനയിൽ ഒന്നാം ഭാഗത്ത് വെള്ളാപ്പള്ളി നിൽക്കുന്നു, രണ്ടാം ഭാഗത്ത് പിണറായി വിജയൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിലും അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയൊരു ആശങ്കയുണ്ട്. എങ്ങോട്ടാണ്, എന്താണ് ഈ നിലപാട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി പറയുന്ന വർഗീയ പ്രസ്താവനകളിൽ ഒരു പ്രതികരണവും നടത്താത്തത്. പിന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. CPI അറിയിക്കുന്നില്ല, മുന്നണിയിൽ ചർച്ചകൾ നടക്കുന്നില്ല. CPIയും ഒറ്റയ്ക്കെടുക്കുന്നു എന്നതിനപ്പുറം പിണറായി വിജയൻ ഒറ്റയ്ക്കെടുക്കുന്നു. അത് പാർട്ടി പോലും CPM പോലും അറിയാതെ പിണറായി വിജയൻ തീരുമാനമെടുക്കുന്നു, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. പലപ്പോഴും പിണറായി വിജയൻ നടത്തുന്ന പ്രസ്താവനകൾ എത്രത്തോളം ഗുരുതരമാണ്, ആ പ്രസ്താവനകൾ ദോഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റുക എന്ന UDF അജണ്ട എളുപ്പത്തിൽ നടപ്പാക്കാൻ ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവന കാരണമായി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ കാരണമായി എന്നുള്ളതാണ്. മലപ്പുറം കാര്യത്തിൽ പിണറായി വിജയൻ നടത്തിയ ഇന്റർവ്യൂ, അതിനുശേഷം അദ്ദേഹം നടത്തിയ വിശദീകരണം, ഇതൊക്കെ തന്നെയും നമുക്കറിയാം. PV അൻവർ എത്ര ദിവസം ആ വിഷയം ഏറ്റെടുത്ത് പ്രതികരിച്ചു എന്നുള്ളത്, അതൊക്കെ തന്നെ മലബാറിൽ പ്രത്യേകിച്ചും വലിയ രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ട് CPMനെ എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പല നടപടികളും UDF ജോലി എളുപ്പമാക്കി എന്നുള്ള വിലയിരുത്തൽ CPM നടത്തുമ്പോൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ, അതായത് മുഖ്യമന്ത്രിക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയാണ് കുഴപ്പമായത് എന്ന ഒരു വിലയിരുത്തൽ നടത്താൻ CPMന് ഇപ്പോൾ കഴിയുന്നുണ്ടോ? CPM സംസ്ഥാന നേതൃത്വത്തിന് അതിന് അങ്ങനെ ധൈര്യം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആരും ചോദ്യം ചെയ്യാനല്ലാത്ത ഒരു നേതാവായി വെള്ളാപ്പള്ളി നിർത്തുമ്പോൾ ആരാണ് തിരുത്തുക എന്നൊരു ചോദ്യമുണ്ട്. ആ തിരുത്തലുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി അവിടെ നിൽക്കുന്നത്. വെള്ളാപ്പള്ളി ഇന്നും പറയുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറത്ത് തനിക്ക് സ്ഥാപനങ്ങളില്ല, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് അർഹമായ സ്ഥാപനങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 9.5 വർഷം നടപ്പാക്കാമായിരുന്നല്ലോ. പിണറായി വിജയന് മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ മൂന്നാമതും വരുമെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സിനിമയിലുണ്ടല്ലോ, മാൻഡ്രേക്ക് എന്ന് പറയുന്ന പോലെ, വെള്ളാപ്പള്ളി കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ നേതാവിന് പരാജയം ഉറപ്പ് എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് ഇതുവരെയുള്ള അനുഭവം. അപ്പോൾ പിണറായി വിജയൻ മൂന്നാം വട്ടം വരുമെന്ന് മുഷ്ടി ചുരുട്ടിയൊക്കെ ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനു മുന്നേ അദ്ദേഹം പറഞ്ഞത് മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണോ നേരത്തെ വർഗീയ നിലപാടെടുത്തത് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, അത് ആവർത്തിച്ചു പറയുന്നു. അപ്പോൾ ഈ 9.5 വർഷമായിട്ട് അത് കിട്ടാത്തതിനെക്കുറിച്ച് പരാതിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് റഹീസിന്റെ കൈ തട്ടിമാറ്റുന്നത്, നമ്മുടെ മൈക്ക് തട്ടിമാറ്റുന്നത്. അപ്പോൾ ആ ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല കേട്ടോ, മാധ്യമങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ CPIയുടെ നിലപാടുമായി, CPI എടുത്ത വിമർശനത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി അതിൽ പ്രധാന ഘടകമായതിനെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ചതിയൻ ചന്തു എന്ന പ്രയോഗം നടത്തിയത്. ചതിയൻ ചന്തു എന്ന പ്രയോഗം നടത്തുന്നു. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ഒരു പ്രധാനപ്പെട്ട ഒരു ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ്, അത് വളരെ മോശം മെസ്സേജാണ് എന്ന വിലയിരുത്തൽ പാർട്ടിയും നടത്തുന്നുണ്ട്, അതോടൊപ്പം CPM നടത്തുന്നുണ്ട്. ആ വിമർശനത്തോട് എങ്ങനെയാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പാനന്തരം പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. വഴിയിൽ പോകുന്ന ഒരു വൃദ്ധനെ വാഹനത്തിൽ കയറ്റുന്നു എന്ന രൂപത്തിൽ, ഒരു സഹതാപം തോന്നി വാഹനത്തിൽ കയറ്റുകയായിരുന്നു എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോൾ അതങ്ങനെയാണോ അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ജനത്തിന് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ആ നിലപാടിൽ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടില്ല. അതായത് വെള്ളാപ്പള്ളിയുടെ നിലപാട് അത് അതേപടി തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ സൂചനയായിരുന്നു ആ പ്രതികരണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടത്. അപ്പോൾ അറിയേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ചേർത്ത് നിർത്തൽ തുടരുമോ? അങ്ങനെ ചേർത്ത് നിർത്തൽ തുടരുകയാണെങ്കിൽ CPM എന്ത് നിലപാടെടുക്കും എന്നാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വീഴ്ത്തിയത് വെള്ളാപ്പള്ളി കൂടിയാണ്. Meet the editors.